മലയാളികളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യക്കാർ കറാച്ചിയിൽ കുടുങ്ങിയതായി നോർക്ക അറിയിച്ചിട്ടുണ്ട്. അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോയവരാണ് വ്യോമപാത മാറ്റിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുടുങ്ങിയവരെ കൊളംബോ വഴി ഇന്ത്യയിലെത്തിക്കാനുള്ള സാധ്യതകളാണ് വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നത്. ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദേവിക, വലിയ ഒരു ആശങ്ക മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ സുരക്ഷിതരാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇവരെ തിരിച്ചെത്തിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അഖില, ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ ഇത്തരത്തിൽ ഈ പ്രത്യാക്രമണങ്ങൾ കനപ്പിച്ച സാഹചര്യത്തിൽ വലിയ സംഘർഷാവസ്ഥയാണ് ഈ ഗൾഫ് മേഖലയിൽ ഉടനീളം നിലനിൽക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഈ ഒരു സമയത്താണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി നമ്മളിലേക്ക് എത്തുന്നത്. 3 മലയാളികൾ പാകിസ്ഥാനിലെ കറാച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എയർ അറേബ്യ വിമാനത്തിൽ അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന 3 അംഗ സംഘമാണ് ഇത്തരത്തിൽ കറാച്ചിയിൽ കുടുങ്ങിയിട്ടുള്ളത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പെട്ടെന്ന് വിമാനപാത മാറ്റിയതാണ് ഇത്തരത്തിൽ ഈ കറാച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇവരെ അടിയന്തരമായി ഇറക്കാനുള്ള കാരണം. എന്തായാലും ഇവർ ലോക കേരള സഭാംഗം വഴി നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ടു. അവർ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം ഇവരെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഏകോപിപ്പിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. നിലവിൽ ഇവരെ കൊളംബോ വഴി ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആലോചിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അഖില, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.